ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വൈഡ് USS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളം ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ മലയാളത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളത്തിൽ ഒരുപാട് പുരസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏതാണ് പുരസ്കാരം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ശില്പം എന്ന് പറയുന്നത്. ഇതാണ് പ്രശസ്തി പത്രവും ശില്പവും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും എക്സാം വൈഡ് USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഫെബ്രുവരി 27 നമ്മുടെ പരീക്ഷ. അതുവരെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ക്യൂസസ്, നമ്മുടെ USSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സബ്ജക്ട്സിന്റെയും ക്യൂസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇനി നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് ലഭിക്കുന്നത് 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ വാഗ്ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് അതിന്റെ കൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഇത് മറക്കരുത്. 11 ലക്ഷം രൂപ, വാഗ്ദേവിയുടെ വെങ്കല ശില്പം, അതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവുമാണ് നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് കേട്ടോ. ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് 1961 മെയ് 22 1961 മെയ് 22. ഈ ഒരു വർഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഒരു വ്യവസായിയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യവസായി ആയിട്ടുള്ള ശാന്തി പ്രസാദ് ജെയിൻ ആണ് ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ആരാണ് ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യവസായി ആയിട്ടുള്ള ശാന്തി പ്രസാദ് ജെയിൻ. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1965. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1965. ഇപ്പൊ 2 വർഷങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഒന്ന് ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ച വർഷമാണ്, അത് 1961. രണ്ടാമത്തത് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം 1965. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത പോയിന്റ് എന്താണ്? ഇംഗ്ലീഷ് അടക്കം ഭരണഘടനാ അംഗീകാരമുള്ള 25 ഭാഷകളിലെ സാഹിത്യ കൃതികൾക്കാണ് പുരസ്കാരം. അതായത് ഇംഗ്ലീഷ് അടക്കം 22 ഭാഷകൾക്ക്. അപ്പൊ മൊത്തം 23 ഭാഷകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇനി നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്? നിങ്ങൾക്ക് ഈ 6 ചിത്രങ്ങൾ നോക്കിയാൽ ഏകദേശം മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് ഇതിൽ ആരൊക്കെ കണ്ട് പരിചയമുണ്ട്? ഇതാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഇതാണ് ജി ശങ്കരക്കുറുപ്പ്. ഇതാരാണ്? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടിനെ കുറിച്ചൊന്നും മാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം, നന്നായിട്ട് തന്നെ അറിയാം. ഇതാരാണ്? ഇതാണ് തകഴി. നെക്സ്റ്റ്, ഇതാണ് MT വാസുദേവൻ നായർ. അപ്പം അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ കൃതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ നോക്കാനുണ്ട്. അത് മാം പിന്നീട് അതിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഇതാണ് ONV കുറുപ്പ്, ഇതാണ് അക്കിത്തം. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് നമുക്ക് മലയാളികളായിട്ടുള്ള ഇത്രയും പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1 ജി ശങ്കരക്കുറുപ്പ്, 2 SK പൊറ്റക്കാട്, 3 തകഴി, 4 MT വാസുദേവൻ നായർ, 5 ONV കുറുപ്പ്, 6 അക്കിത്തം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരുടെ കൃതികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കൃതികൾക്കാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് വർഷമാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. ഓക്കെ, നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മലയാളിക്കാണ്. ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പിന് ഏത് വർഷമാണ് ലഭിച്ചിട്ടുള്ളത്? 1965. അതായത് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം തന്നെ ലഭിച്ചിട്ടുള്ളത് മലയാളിക്കാണ്. ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിന് ഏത് വർഷമാണ്? 1965. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓടക്കുഴൽ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. ശങ്കരക്കുറുപ്പ് 1965, ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പ് 1965, ഓടക്കുഴൽ. രണ്ടാമത് കിട്ടിയിട്ടുള്ളത് SK പൊറ്റക്കാടിനാണ്. SK പൊറ്റക്കാട് ഏത് വർഷമാണ്? 1980. 1980 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിനു മുൻപ്, അതായത് ഒന്നാമത്തെ പുരസ്കാരം 1965 ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചു. അതിനുശേഷം ഒരുപാട് പേർക്ക് പല ഭാഷകളിലായിട്ട് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ കിട്ടിയൊരു മലയാളിയാണ് SK പൊറ്റക്കാട്, രണ്ടാമത്തെ തവണ കിട്ടിയത്. പക്ഷേ അദ്ദേഹം 16ാമത്തെ
പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മലയാളിയാണ്. 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. 1980 ആദ്യത്തത് 1965, രണ്ടാമത്തത് 1980. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏതാ കൃതി നോക്കൂ, ഒരു ദേശത്തിന്റെ കഥ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഇത് നമ്മൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ. എസ് കെ പൊറ്റക്കാടിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരുടെ പഠിച്ചു. ജി ശങ്കരക്കുറുപ്പിന്റേത് പഠിച്ചു. 1965 കൃതി ഓടക്കുഴലാണ്. രണ്ടാമത് എസ് കെ പൊറ്റക്കാടാണ്, 1980. അത് 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ മൂന്നാമതായിട്ട് ആർക്കാണ് കിട്ടിയെന്ന് നോക്കാം. മൂന്നാമതായിട്ട് കിട്ടിയിട്ടുള്ളത് തകഴിക്കാണ്. തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ഏത് വർഷമാണ്? 1984 20ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എസ് കെ പൊറ്റക്കാടിന് ശേഷം വീണ്ടും കുറച്ചു പേർക്ക് പല ഭാഷകളിലായിട്ട് ലഭിക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ മലയാളിയായിട്ട് വരുന്നതാണ് തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന് കിട്ടിയ വർഷമാണ് 1984 20ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 2 കൃതികൾ എന്ന് പറയുന്നത് ഒന്ന് ഓടക്കുഴലും ഒന്ന് ഒരു ദേശത്തിന്റെ കഥയാണ്. ഈ രണ്ട് പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി 4 പേരുടേത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾക്കാണ് ഇനിയുള്ള പുരസ്കാരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കൂ, ബാക്കി വരുന്ന 4 സമഗ്ര സംഭാവനകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ, കൃതികളുടെ പേരുകൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ആളുടെ പേരും വർഷവും അതാണ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എം ടി വാസുദേവൻ നായർ. 4ാമത് വരുന്ന ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. അദ്ദേഹം 1995 1995 31ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതും എന്തിനാണ്? സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് ONV കുറുപ്പ്. ONV കുറുപ്പ് 2007 43ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിനും എന്തിനു വേണ്ടിയിട്ടാണ്? മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ അക്കിത്തം. അക്കിത്തത്തിന് 2019 അത് 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാം. ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ മലയാളി, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയും ആദ്യത്തെ വ്യക്തിയും ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴലിനാണ്. എസ് കെ പൊറ്റക്കാടിനാണ് രണ്ടാമത് കിട്ടുന്ന മലയാളി. അദ്ദേഹത്തിന് 1980 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിൻ്റെത് ഒരു ദേശത്തിന്റെ കഥ. ദെൻ തകഴിയാണ്. തകഴി 1984 20ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്, സമഗ്ര സംഭാവനയ്ക്കാണ്. എം ടി വാസുദേവൻ നായർ 1995 31ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്, അതും സമഗ്ര സംഭാവനയ്ക്കാണ്. ONV കുറുപ്പ് 2007 43ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്, അതും സമഗ്ര സംഭാവനയ്ക്കാണ്. ദെൻ അക്കിത്തത്തിനും 2019 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്, അതും സമഗ്ര സംഭാവനയ്ക്കാണ്. ഈ 2 പേരുകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ബാക്കി 4 പേരുടെയും സമഗ്ര സംഭാവനകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി മാമ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കോഡ് എന്താന്ന് വെച്ചാൽ, ജ്ഞാനിയായ ശങ്കരി പെറ്റ പിള്ളയുടെ പേര് വാസുക്കുറുപ്പ്, നാള് അത്തം. ഓക്കെ, എന്താണ്? ജ്ഞാനിയായ ശങ്കരി പെറ്റ പിള്ളയുടെ പേര് വാസുക്കുറുപ്പ്, നാള് അത്തം. ജ്ഞാനിയായ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, ജ്ഞാനിയായ ജ്ഞാനപീഠ പുരസ്കാരം. നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്നും വായിക്കുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ വായിച്ചു പോവുക, അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇത് ഉണ്ടായിരിക്കും. അപ്പൊ ജ്ഞാനിയായ ജ്ഞാനപീഠ പുരസ്കാരം. ദെൻ ശങ്കരി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ദെൻ പെറ്റ, ശങ്കരി പെറ്റ മീൻസ് ജി ശങ്കരക്കുറുപ്പ്. പെറ്റ എന്ന് പറയുമ്പോൾ എസ് കെ പൊറ്റക്കാട്. പിള്ള ആരാണ്? തകഴി ശിവശങ്കരപിള്ള. പിള്ളയുടെ പേര്, അപ്പം ജ്ഞാനിയായ ശങ്കരി പെറ്റ പിള്ളയുടെ പേര് എന്താണ്? പിള്ളയുടെ പേര് വാസുക്കുറുപ്പ്. വാസു ആരാണ്? എം ടി വാസുദേവൻ നായർ. കുറുപ്പ് ആരാണ്? ONV കുറുപ്പ്. ദെൻ നാള് അത്തം എന്ന് പറയുമ്പോൾ അക്കിത്തം. ഇതാണ് ഇപ്പൊ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവായ ആളുകളുടെ പേര് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ്. ഇത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം അടിയിൽ ഒരു ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. എന്നും വായിക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാം? വായിച്ചു പോവാ, റിവൈസ് ചെയ്യാം. ഓക്കെ, ജ്ഞാനിയായ ശങ്കരി പെറ്റ പിള്ളയുടെ പേര് വാസുക്കുറുപ്പ്, നാള് അത്തം.
അർത്ഥം. അപ്പൊ മക്കളെ, ഇത്രയാണ് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. വളരെ ഈസി ആണ്, എന്നാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നിങ്ങൾ ആരെങ്കിലും ഇനിയും USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ അപ്ഡേറ്റ്സും അതുപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഡെയിലി ക്യൂസസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.